ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈകീയ പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് അങ്ങയുടെ ഈ ദാസനെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഇയാളുടെ മേൽ ഇറങ്ങി വന്ന തിരുവസ്ത്രമാണ് കാപ്പ. നീതിയുടെ വസ്ത്രമാണിത്. ഇടയധർമ്മത്തെ സൂചിപ്പിക്കുന്നതോടൊപ്പം എല്ലാ ഗുണങ്ങളുടെയും വാസനേകതനമായിരിക്കണം പുരോഹിതനെന്നും കാപ്പ സൂചിപ്പിക്കുന്നു. കാപ്പ മറ്റെല്ലാ വസ്ത്രങ്ങളെയും പൊതിയുന്നത് പോലെ പൗരോഹിത്യ പദവി വൈദികനെ മുഴുവനുമായി ആവരണം ചെയ്യുന്നു. ഇതുവരെ ഒരു ശംശാനയുടെ ഔദ്യോഗിക വസ്ത്രങ്ങൾ അണിഞ്ഞിരുന്ന നവവൈദികനെ കാർമികൻ ഇപ്പോൾ പുരോഹിതന്റെ തിരുവസ്ത്രങ്ങൾ അണിയിക്കുന്നു. മുഴുവനും നൈർമല്യത്തോടും തീഷ്ണതയോടും വിശ്വസ്തയോടും കൂടെ തന്നെ പ്രീതിപ്പെടുത്തുന്നവർക്ക് നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി ഇതിനെ ധരിപ്പിക്കുന്നു. ദൈവവചനം പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും അധികാരപ്പെടുത്തുന്നതാണ് പൗരോഹിത്യം. ഇത് സൂചിപ്പിക്കാൻ വേണ്ടി കാർമികൻ നവവൈദികന് വിശുദ്ധ ഗ്രന്ഥം നൽകുന്നു. തുടർന്ന് നവവൈദികൻ നെറ്റിയിൽ റൂഷ്മ ചെയ്യുകയും തനിക്കുള്ള സ്നേഹവും വാത്സല്യവും പ്രകടമാക്കുവാൻ അദ്ദേഹത്തിന്റെ ശിരസിൽ ചുംബിക്കുകയും ചെയ്യുന്നു. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവിന്റെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവും ആയിരിക്കട്ടെ. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി മണിമല എമ്മാനുവേൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്താൽ